നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിൽ രൂപീകരിച്ച് ഇപ്പോൾ ഒപ്പിടുന്ന പശ്ചിമേഷ്യൻ സമാധാന ഫോർമുലയെ പരസ്യമായി തള്ളിക്കളയുന്ന ഇസ്രായേലിന്റെ കടുത്ത നിലപാടുകളെ കുറിച്ച് അതിനിർണായകമായിട്ടുള്ള ചില വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. അയൽ രാജ്യമായിട്ട് ലെബനനില് പൂർണ്ണമായിട്ട് തോതിൽ സൈനിക വിന്യാസം അവസാനിപ്പിക്കണമെന്നും തങ്ങളുടെ തണൽ വരുന്ന ഹിസ്ബുള്ള സായുധ സംഘത്തിന് നേരെ ഇനി ഒരു വിധത്തിലുള്ള നീക്കങ്ങളും ഉണ്ടാകരുതുമെന്നാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ ഇതിനെയെല്ലാം പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തുന്നത്. ഗസയിലും ലെബനനിലും സിറിയയിലും തങ്ങളുടെ സൈനിക നടപടികൾ മുമ്പത്തെ പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും സ്വന്തം അതിർത്തികളുടെ സുരക്ഷ കാത്തുസൂക്ഷിക്കുക എന്നത് തന്റെ പ്രഥമ ചുമതലയാണെന്നും അദ്ദേഹം കടുത്ത ഭാഷയിൽ ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ ചില കാര്യങ്ങളൊന്ന് അറിയണം. പലരും ഇസ്രായേലിന്റെ സുരക്ഷ എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ഇസ്രായേൽ എന്ന ഭീകര രാജ്യം തൊട്ടയൽ രാജ്യങ്ങൾക്കാണ് ഭീഷണി. ഇത് മറ്റ് ലോകങ്ങൾ ഇസ്രായേൽ അനുകൂല ഒരു തരംഗമുണ്ടാക്കി വെച്ച് നിഷേധിക്കുകയാണ്. അത് ഇസ്രായേലിനാണ് ബുദ്ധിമുട്ട്, ഇസ്രായേലിന്റെ സുരക്ഷ എന്ന് പറയുകയാണ്. സത്യത്തിൽ ലെബനോൻ അടക്കമുള്ള സിറിയ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളുടെയും സുരക്ഷയ്ക്ക് ഭീഷണി ഇസ്രായേലാണ്. ഇസ്രായേലിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലെബനോൻ മറ്റൊരു രാജ്യം, സിറിയ മറ്റൊരു രാജ്യം, അതുപോലെ ഓരോരോ പ്രദേശങ്ങൾ, ചുറ്റുമുള്ള പ്രദേശങ്ങൾ, ഈ രാജ്യങ്ങളൊക്കെ ഇല്ലാതാകണം. അതൊക്കെ യുദ്ധം ചെയ്ത് കുറേശ്ശെ പിടിച്ചെടുത്തുകൊണ്ട് ഇസ്രായേൽ എന്ന ഒരു രാജ്യം വികസിപ്പിച്ച് ഒരു വലിയ രാജ്യമാക്കി മാറ്റണം. ഇപ്പോ ചുരുക്കം പറഞ്ഞാൽ ഈ കേരള സംസ്ഥാനം നമ്മൾ തമിഴ്നാടിനോട് യുദ്ധം ചെയ്ത് കുറച്ച് തമിഴ്നാട് പിടിച്ചെടുത്തു, കർണാടകയോട് യുദ്ധം ചെയ്ത് കുറെ കർണാടകം പിടിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ ആന്ധ്രയിലേക്ക് കയറി അവിടെ നിന്നും കുറച്ച് പിടിച്ചെടുത്തിട്ട് ദക്ഷിണേന്ത്യ മുഴുവൻ കേരള സംസ്ഥാനം അങ്ങോട്ട് വികസിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ രാജ്യത്തിന്റെ അകത്ത് എന്നതുപോലെ ഇതൊരു രാജ്യാന്തര തലത്തിലൊന്ന് ചിന്തിച്ചാൽ മതി. ഇസ്രായേലിന് മര്യാദയ്ക്ക് ഇസ്രായേലിന്റെ കാര്യം നോക്കി കിട്ടിയതും കൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എല്ലാ രാജ്യങ്ങളെ പോലെ അവിടേക്ക് ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കുഴപ്പവും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇസ്രായേൽ അതല്ല. തൊട്ടടുത്ത പ്രദേശങ്ങൾ അവർക്ക് വേണം. അവരുടെ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പ്രവിശാലമായ രാജ്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അവർക്ക് സിറിയയിലുള്ള ആൾക്കാർ മുഴുവൻ ആത്മഹത്യ ചെയ്യണം. അതുപോലെ ഇറാനിലുള്ള ആൾക്കാർ മുഴുവൻ ആത്മഹത്യ ചെയ്യണം. ലെബനനിലുള്ളവർ മുഴുവൻ ആത്മഹത്യ ചെയ്യണം. ഇനി ഗസയിലും പലസ്തീനുമുള്ള ബാക്കിയുള്ള മുഴുവൻ അവർക്ക് ഒന്ന് കഴിഞ്ഞു, ഏകദേശം നമുക്ക് തീരാനായി. ഇതാണ് അവർ ഉദ്ദേശം. അതുകൊണ്ടാണ് ഇസ്രായേൽ ഒരു ഭീകര രാജ്യമാണെന്ന് പറയുന്നത്. ലെബനന് വേണ്ടി അവർ യുദ്ധം ചെയ്യുമ്പോൾ അതിന്റെ പേരായ ഹിസ്ബുള്ള എന്ന് അവർ വിളിക്കുമ്പോൾ അവരെ ലോകരാജ്യങ്ങൾ, മറ്റു രാജ്യങ്ങളൊക്കെ ഇസ്രായേൽ പറയുന്നത് പോലെ നമ്മളൊക്കെ അവരെ ഭീകരവാദി എന്ന് വിളിക്കും. പക്ഷെ അവർ യുദ്ധം ചെയ്യുന്നത് അവരുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരായാലും അത് ചെയ്യില്ലേ. ഇപ്പൊ ഇസ്രായേലിലേക്ക് കയറി അടിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ പ്രതിരോധിക്കുന്നതിന് അത് മിണ്ടാതെ നിൽക്കും. അവര് നമുക്ക് സമാധാനമായിട്ടിരിക്കാന്ന് വിചാരിക്കും? ഇല്ലല്ലോ. സത്യത്തിൽ ഇസ്രായേൽ കൊടും ഭീകര രാജ്യമാണ്. തൊട്ടടുത്ത രാജ്യങ്ങളൊക്കെ കൈയടക്കിക്കൊണ്ട് തങ്ങളുടെ രാജ്യം വലുതാക്കാൻ വേണ്ടി പ്രവിശാലമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കടുത്ത ഒരു ഭീകര രാജ്യം തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത്. 3 മാസത്തിലേറെയായി തുടരുന്ന ഈ വലിയ രക്തച്ചൊരിച്ചിൽ, ഇപ്പൊ നടക്കുന്ന ഇറാൻ രക്തച്ചൊരിച്ചില്, അതിനൊരു നയതന്ത്ര ഒത്തുതീർപ്പിലൂടെ മാത്രമേ അറുതി വരുത്താനാകൂ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് മനസ്സിലായി. ഡൊണാൾഡ് ട്രംപ് അതിനെ തിരിച്ചറിയുകയും ചെയ്തു. ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ തിരിച്ചറിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഞായറാഴ്ച ഒരു രൂപരേഖ തയ്യാറാക്കി ഈ സമാധാന കരാർ ഈ വരുന്ന വെള്ളിയാഴ്ച ഔദ്യോഗികമായിട്ട് ഒപ്പുവെക്കുന്നത്. എന്നാൽ ഈ ചർച്ചകൾ ഒരു വശത്ത് സജീവമായി നടക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ ബെയ്റൂത്തിലുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയിട്ട് ഇസ്രായേൽ അതിശക്തമായിട്ടുള്ള വ്യോമാക്രമണം അഴിച്ചുവിട്ടേക്കാണ്. യുദ്ധത്തിന് ഒട്ടും താല്പര്യമില്ലാത്ത സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ അതിർത്തി ഭയന്നിട്ട് എങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധിയിൽ നിന്ന് തലയിറണമെന്നാണ് ട്രംപിന്റെ ഒരു വാശി. പക്ഷെ അത് ഇറാൻ അനുകൂലമായിട്ടുള്ള പല വ്യവസ്ഥകളും അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് എഴുതി ചേർക്കേണ്ടി വന്നു. വാഷിംഗ്ടണിനെ അതിനെ പ്രേരിപ്പിക്കേണ്ടി വന്നു. വേറെ നിവൃത്തി ട്രംപിനില്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നു. ആദ്യം ചിന്തിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വളരെ പിന്നോട്ട് പോകേണ്ടി വന്നു. പക്ഷെ ഈ നീക്കങ്ങളൊക്കെ ഇസ്രായേലിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ഇറാന്റെ നിലവിലുള്ള ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ളൊരു ലക്ഷ്യം, അവിടുത്തെ പെട്രോളിയം, പ്രകൃതിവാതക സമ്പത്തൊക്കെ കൊള്ളയടിക്കുക എന്നുള്ള ലക്ഷ്യം, ഇതൊക്കെയായിരുന്നു ട്രംപിന്റെ ആക്രമണത്തിന് പ്രധാന കാരണം. അതിനുവേണ്ടിയാണ് ആക്രമണത്തിന് തിരികൊളുത്തിയത്. എന്നാൽ തന്ത്രപരമായിട്ടുള്ള നീക്കത്തിലൂടെ ഇറാൻ ആദ്യം ചെയ്തത് ഹോർമൂസ് കടലിടുക്ക് അങ്ങോട്ട് പൂട്ടി അടച്ചു. അത് ട്രംപിന്റെ എല്ലാ കണക്ക് കൂട്ടലുകളെയും തെറ്റിച്ചതായിരുന്നു. പാളീസായി പോയി. ഇതോടെ അമേരിക്കയിലും യൂറോപ്യൻ വിപണിയിലുമൊക്കെ ഇന്ധനവില റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു. ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുകയും ചെയ്തു. വരാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പ്, അമേരിക്കയിൽ നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഈ വിലക്കയറ്റം തങ്ങൾക്ക് കനത്ത രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്ന് ട്രംപ് ഭയപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇതിനിടയിൽ യുദ്ധത്തെ അനുകൂലിക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഇസ്രായേൽ പക്ഷക്കാരിൽ നിന്നും ട്രംപ് കടുത്ത വിമർശനവും നേരിടുന്നുണ്ട്. ഇറാന്റെ വിവാദപരമായ ആണവ പദ്ധതികളെ കുറിച്ചുള്ള ചർച്ചകൾ
തൽക്കാലം മിണ്ടണ്ട, വായ പൂട്ടി മിണ്ടാതിരിക്കാമെന്നാണ് ഇപ്പോഴത്തെ കരാറിലുള്ളത്. ഇത് ശത്രു രാജ്യത്തിന് നൽകിയ അനാവശ്യമായിട്ടുള്ള ഇളവാണ് എന്നാണ് അമേരിക്കയിലെ ആഭ്യന്തരമായിട്ടുള്ള ഇസ്രായേൽ അനുകൂല വിമർശനം. ഇസ്രായേലിന്റെ ഈ കടുംപിടുത്തം US പ്രസിഡന്റിനെ വലിയൊരു കുരുക്കിലാണ് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ലെബനനിൽ ഇനി ആക്രമണങ്ങൾ തുടർന്നാൽ ഈ സമാധാന കരാറൊക്കെ വലിച്ചു കീറും. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ തങ്ങൾ ഒരടിയും പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് ഇസ്രായേലും. ഞായറാഴ്ച പുലർച്ചെ നടന്ന വ്യോമാക്രമണത്തിന് പിന്നാലെ ട്രംപ് കടുത്ത ഭാഷയിലാണ് നെതന്യാഹുവിനോട് ഫോണിൽ പൊട്ടിത്തെറിച്ചത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ താനും US പ്രസിഡന്റും ഒരേ വീക്ഷണകോണിലൂടെ അല്ല കാര്യങ്ങൾ കാണുന്നത് എന്നാണ് നെതന്യാഹുവിന്റെ മറുപടി. ഇറാന്റെ ആണവായുധ മോഹങ്ങൾക്ക് തടയിടുക എന്നതാണ് ഈ സൈനിക നീക്കത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എങ്കിലും അതിൽ പൂർണ്ണമായി വിജയിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോൺ ശേഖരങ്ങളും ഒക്കെ തകർക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ ആയുധശേഷി ഭദ്രമാണെന്ന് ഇറാൻ വീണ്ടും വീണ്ടും തെളിയിക്കുകയും ചെയ്തു. ലെബനൻ, സിറിയ, ഇറാഖ്, യമൻ ഈ രാജ്യങ്ങളിലേക്കുള്ള സായുധ സംഘങ്ങൾക്ക് ഇറാൻ നൽകി വരുന്ന സൈനിക പിന്തുണ അതില്ലാതാക്കാനും ഈ യുദ്ധത്തിന് ഒരു കാരണവശാലും സാധിച്ചില്ല. കാരണം അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇറാന്റെ സഹായം അവർക്ക് ലഭിക്കുന്നുണ്ട്, അതൊക്കെ തടയണമെന്നായിരുന്നു. പക്ഷെ അത് തടയാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ സാധിച്ചില്ല. ഹിസ്ബുള്ളയുടെ പോരാട്ട വീര്യത്തെ തളർത്താൻ ഇസ്രായേൽ സൈന്യത്തിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം അവർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലെബനൻ എന്ന് പറയുന്ന ആ രാജ്യം അവർക്ക് നിലനിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. അവരുടെ അതിർത്തി കടന്ന് അതിർത്തിയിലുള്ള ഒരു സ്വന്തം രാജ്യത്തുള്ള പൗരന്മാരോട് ഒഴിഞ്ഞു പോകാനാണ് പറയുന്നത്. ഞങ്ങൾക്ക് നിങ്ങളെ രാജ്യം, ആ പ്രദേശം യുദ്ധം ചെയ്ത് ഇസ്രായേലിന്റെ ഭാഗമാക്കാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവിടുന്ന് പോകണം എന്ന് പറയുമ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് ആ രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ്. എന്നിട്ട് ആ രാജ്യത്തെ പോരാളികളെ തീവ്രവാദി എന്ന് വിളിക്കാന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തോട് ഒറ്റയ്ക്ക് ഏറ്റുമുട്ടി വിജയിക്കാനുള്ള ശേഷിയും ശേഷിയൊന്നും ഹിസ്ബുള്ളയ്ക്കില്ല. എങ്കിലും ഇസ്രായേലിനോട് അടിച്ചു നിൽക്കാനുള്ള ഒരു പോരാട്ടം, പ്രത്യേകിച്ച് ഇറാന്റെ പിന്തുണയോടെങ്കിലും അടിച്ചു നിൽക്കാനുള്ള ഒരു പോരാട്ടം, അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലിനും ഒക്കെ അമ്പരപ്പിക്കുന്നത്. ഹിസ്ബുള്ളയുടെ പോരാട്ട വീര്യത്തെ തളർത്താൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിയാത്തതും അതുകൊണ്ട് തന്നെയാണ്. ഹിസ്ബുള്ളയുടെ പോരാട്ട വീര്യത്തെ തളർത്താൻ അവർക്ക് ഒരു നഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴും അതിനെ തളർത്താൻ ഇസ്രായേൽ സൈന്യത്തിന് ഒട്ടും കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും തുറക്കുമെന്ന് വൈറ്റ് ഹൗസ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവിടുത്തെ ഇറാന്റെ മേൽക്കോയ്മ മാറ്റാൻ അവർക്കായിട്ടില്ല, ആവുകയുമില്ല. ചുരുക്കത്തിൽ സ്വന്തം സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അവസാന നിമിഷം അമേരിക്ക പരാജയപ്പെടുകയാണ്. ഈ യുദ്ധത്തിൽ ഒടുവിൽ ട്രംപ് ഇറാന് മുന്നിൽ കീഴടങ്ങുമ്പോൾ ഒരു ചോദ്യമാണ് മാധ്യമങ്ങൾ ഉയർത്തുന്നത്. തങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരില്ല, തങ്ങൾ ഇസ്രായേലിനോടൊപ്പം നിൽക്കും, ഇറാന്റെ എണ്ണ കട്ടെടുക്കും, ഇറാന്റെ യുറേനിയം അടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്? എത്രത്തോളം സൈനിക നഷ്ടം നിങ്ങൾക്കുണ്ട് എന്ന്. എന്നാൽ ഇസ്രായേലിന്റെ നിലപാടുകളിൽ ഒരു മാറ്റവും ഇല്ല. ഇസ്രായേലും ഇറാൻ പറഞ്ഞതുപോലെ തന്നെ തുടങ്ങിയെടുത്തവരെ നിൽക്കുകയാണ്. ഇസ്രായേലിന് ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് തങ്ങൾ മുന്നോട്ട് പോകും, ആ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കഴിഞ്ഞ 3 മാസത്തിനിടെ ആദ്യമായി നെതന്യാഹു ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തിയ രഹസ്യ ചർച്ചകളിൽ ഇസ്രായേൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയി എന്നും അദ്ദേഹം അതിൽ പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച സ്വിറ്റ്സർലാൻഡിൽ വെച്ച് ഒപ്പുവെക്കാൻ പോകുന്ന ഈ പുതിയ കരാറിന്റെ യാതൊരുവിധ വിശദാംശങ്ങളോ ഔദ്യോഗിക രേഖകളോ തങ്ങൾക്ക് കൈമാറിയിട്ടില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ട്. ഇറാനെതിരെയുള്ള പോരാട്ടം അവസാനിപ്പിക്കാനും ഹിസ്ബുള്ളയെ നേരിടുന്ന കാര്യത്തിൽ വാഷിംഗ്ടണിന്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാനും ട്രംപ് തന്റെ മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നെതന്യാഹു വെളിപ്പെടുത്തി. എങ്കിലും ഇസ്രായേലിനെ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ഇറാന്റെ ആണവ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും അവകാശപ്പെടുന്നത്. താൻ ഈ പദവിയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇറാനെ ഒരു ആണവ ശക്തിയാകാൻ അനുവദിക്കില്ല എന്നും അത് തന്റെ ജീവിത ദൗത്യമാണ് എന്നും നെതന്യാഹു കൂട്ടിച്ചേർക്കുന്നുണ്ട്. തങ്ങളുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സൈനിക ഓപ്പറേഷനാണ് ഇത്തവണ നടത്തിയത് എന്നാണ് നെതന്യാഹു അവകാശപ്പെടുന്നത്. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞന്മാരെയും അവിടുത്തെ ഭരണകൂട നേതാക്കളെയുമൊക്കെ വകവരുത്താൻ കഴിഞ്ഞുവെന്നും അവരുടെ പ്രധാനപ്പെട്ട ആണവ സൗകര്യങ്ങളും മിസൈൽ നിർമ്മാണ ശാലകളും വ്യോമ നാവിക സേനകളെയും ഒക്കെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിഞ്ഞുവെന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വൻ തിരിച്ചടി നൽകാൻ കഴിഞ്ഞെങ്കിലും അവരുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ല എന്നും തങ്ങളുടെ നിലനിൽപ്പിന് തടസ്സമാകുന്ന അപകടങ്ങൾ നീക്കാനാണ് താൻ ശ്രമിച്ചത് എന്നും ബെഞ്ചമിൻ നെതന്യാഹു വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. യുദ്ധം കാരണം ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് എന്നും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നതിനാൽ ഭരണകൂടത്തിനുള്ളിൽ വലിയ വിള്ളലുകൾ വീണിട്ടുണ്ട് എന്നും അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത് തുല്യ പങ്കാളിത്തങ്ങളുള്ള ബന്ധമാണ്. പൊതു ശത്രുവിനെതിരെ പോരാടാൻ US സൈന്യത്തെ പശ്ചിമേഷ്യയിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയൊരു വിജയമാണ്. അദ്ദേഹം ആ വിജയം
എവിടം വരെ എത്തി എന്നുള്ളതല്ല, പക്ഷെ ആ വിജയത്തെ അദ്ദേഹം അഭിമാനിക്കുന്നുണ്ട്. എങ്കിലും ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് തങ്ങളുടെ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല. ലെബനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയുമില്ല. ആ ലെബനൻ യുദ്ധം തുടരുകയും ചെയ്യുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും വ്യക്തമാക്കുന്നത്. ഈ കരാർ ഇപ്പോൾ നിലവിൽ വരുന്ന കരാർ ട്രംപ് സ്വന്തം താല്പര്യപ്രകാരം ഉണ്ടാക്കിയതാണ് എന്നും ഇതിൽ ഇസ്രായേലിന് യാതൊരു പങ്കുമില്ല എന്നും ബെഞ്ചമിൻ നെതന്യാഹു കടുപ്പിച്ചു പറയുന്നുണ്ട്. അമേരിക്ക ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാലും ഇസ്രായേൽ തങ്ങളുടെ ലക്ഷ്യമായി മുന്നോട്ട് പോകുമെന്നാണ് നെതന്യാഹു പറയുന്നത്. എന്നാൽ ഈ സമാധാന കരാർ നിലവിൽ വരുമ്പോൾ ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച വലിയ അളവിലുള്ള യുറേനിയം എന്ത് ചെയ്യും എന്ന നിർണായകമായുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. ലെബനിൽ നിന്ന് സൈന്യത്തെ മാറ്റാൻ ഇസ്രായേൽ വിസമ്മതിച്ചതോടെ ഇറാൻ ഈ കരാറിൽ നിന്ന് പിന്മാറുമോ എന്ന ഒരു ആശങ്കയും ഇപ്പോൾ ഉണ്ട്. അമേരിക്ക മുന്നോട്ട് വച്ചിട്ടുള്ള വ്യവസ്ഥ അത് അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാകാത്തത് വൈറ്റ് ഹൗസിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. ട്രംപ് അയച്ചിട്ടുള്ള ഒരു പ്രത്യേക നയതന്ത്ര പ്രതിനിധിയെ പോലും പൂർണ്ണമായി നിരാശപ്പെടുത്തുന്ന നിലപാടാണ് നെതന്യാഹു ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇസ്രായേലിന്റെ ഈ കടുത്ത വാശിക്ക് മുന്നിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ പ്രതിസന്ധിയിലുമാണ് അകപ്പെട്ടിരിക്കുന്നത്. താൽക്കാലികമായി രൂപീകരിച്ചിരിക്കുന്ന ഈ 60 ദിവസത്തെ കരാറിന്റെ പ്രധാന ലക്ഷ്യം യുദ്ധം അവസാനിപ്പിക്കുക, ഇറാന് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുക, അവരുടെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകുക എന്നവയാണ്. ഈ സമയപരിധിക്കുള്ളിൽ ഇരു രാജ്യങ്ങളും ചേർന്നിട്ട് ഒരു അന്തിമ കരാറിനായുള്ള ചർച്ചകൾ നടത്തുമെന്നാണ് അമേരിക്കയും ഇറാനും വ്യക്തമാക്കുന്നത്. എന്നാൽ കൃത്യമായ വിശദാംശങ്ങൾ ഒന്നും തന്നെ ഈ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇസ്രായേലിന്റെ പ്രധാന പരാതി. തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഇസ്രായേലിന് മുന്നിൽ ലോകശക്തിയായ അമേരിക്കയുടെ പ്രസിഡന്റ് പോലും പ്രതിസന്ധിയിലാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കാണുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇസ്രായേലിന് വേണ്ടിയാണ് അമേരിക്ക ഇറാന്റെ യുദ്ധത്തിൽ വന്ന് തലവെച്ചത്. ഇറാന്റെ യുദ്ധത്തിൽ തലവെക്കാൻ ഇസ്രായേലിനെ കൊടപിടിച്ചപ്പോ ഇറാനിലെ എണ്ണയും അവരുടെ ബാക്കി ഭരണ സംവിധാനങ്ങളും, അതായത് അവിടെ കൊള്ളയടിക്കാനുള്ള ഒരു പാവ സർക്കാരിനെ സ്ഥാപിച്ച് അവിടുത്തെ യുറേനിയം കൊള്ളയടിച്ചിട്ട് പോകാം എന്നുള്ള ഒരു കുരുട്ട് ബുദ്ധിയോടുകൂടിയാണ് ട്രംപ് അവിടെ വന്ന് ചാടിയത്. അവസാനം എങ്ങനെയെങ്കിലും വാലും ചുരുട്ടി പോയാൽ മതി എന്ന തീരുമാനത്തിൽ ഇറങ്ങി പോകുമ്പോൾ ഇവിടെ നേരെ എതിര് നിൽക്കുകയാണ്. അതായത് അമേരിക്ക നാണം കെടുത്തിക്കൊണ്ട്, അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പൊ ഇറാന്റെ മുന്നിൽ തോറ്റു തുന്നം പാടി ഡൊണാൾഡ് ട്രംപ് അമേരിക്ക. അതുപോലെ ഇപ്പൊ ഇസ്രായേലിന്റെ മുന്നിലും ട്രംപ് തോറ്റു തുന്നം പാടുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോണത്. Different angles. Don't forget to subscribe and support this channel.